ദാറ്റ് വുഡ് ബി പ്ലസ് അഡ്ജക്റ്റീവ്. നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകൾ, സജഷൻസ്, ഐഡിയാസ്, ഓഫറുകളൊക്കെ മറുപടി പറയുവാനായിട്ട് നമ്മൾ ദാറ്റ് വുഡ് ബി പ്ലസ് അഡ്ജക്റ്റീവ് യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുണ്ട്. കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ക്യാൻ ഐ ഹെൽപ്പ് യു, ഞാൻ താങ്കളെ സഹായിക്കട്ടെ. ഒരു ഓഫറാണ്. ക്യാൻ ഐ ഹെൽപ്പ് യു, ഞാൻ താങ്കളെ സഹായിക്കട്ടെ. ദാറ്റ് വുഡ് ബി നൈസ്, അത് നൈസായിരിക്കും. ദാറ്റ് വുഡ് ബി നൈസ്. ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്, അത് ഗ്രേറ്റ് ആയിരിക്കും. ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. നെക്സ്റ്റ്, വി ഷുഡ് ഗോ ടു എ മ്യൂസിയം, നമുക്ക് മ്യൂസിയത്തിൽ പോകണം. സജഷനാണ്, അഭിപ്രായം പറയുകയാണ്. ഒരാൾ അഭിപ്രായം പറയുകയാണ്. വി ഷുഡ് ഗോ ടു എ മ്യൂസിയം, നമുക്ക് മ്യൂസിയത്തിൽ പോകണം. ദാറ്റ് വുഡ് ബി ഫൺ, അത് ഫണ്ണായിരിക്കും. ദാറ്റ് വുഡ് ബി ഫൺ. ദാറ്റ് വുഡ് ബി ഇൻട്രസ്റ്റിംഗ്, അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ദാറ്റ് വുഡ് ബി ഇൻട്രസ്റ്റിംഗ്. ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്, അത് ഗ്രേറ്റ് ആയിരിക്കും. ദാറ്റ് വുഡ് ബി നൈസ്, അത് നൈസ് ആയിരിക്കും. നെക്സ്റ്റ്, ഐ ക്യാൻ ഗിവ് യു എ റൈഡ് ഇഫ് യു നീഡ് വൺ, നിന്നെ കൊണ്ടുചെന്നാക്കണമെങ്കിൽ, കാറിൽ കൊണ്ടുചെന്നാക്കണമെങ്കിൽ ഞാൻ താങ്കളെ കൊണ്ടുചെന്നാക്കാം. റൈഡ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വാഹനത്തിലൊക്കെ കയറ്റി മറ്റുള്ളവർക്ക് ലിഫ്റ്റ് കൊടുക്കുമല്ലോ, അതാണ്. ഐ ക്യാൻ ഗിവ് യു എ റൈഡ് ഇഫ് യു നീഡ് വൺ, നിനക്ക് ലിഫ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ, നിന്നെ കൊണ്ടുചെന്നാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുചെന്നാക്കാം. ഐ ക്യാൻ ഗിവ് യു എ റൈഡ് ഇഫ് യു നീഡ് വൺ. ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്, അത് ഗ്രേറ്റ് ആയിരിക്കും. ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. ദാറ്റ് വുഡ് ബി നൈസ്, അത് നൈസ് ആയിരിക്കും. ദാറ്റ് വുഡ് ബി നൈസ്. ദാറ്റ് വുഡ് ബി നൈസ് ഓഫ് യു, അത് നൈസ് ആയിരിക്കും. ദാറ്റ് വുഡ് ബി നൈസ് ഓഫ് യു. ദാറ്റ് വുഡ് ബി ഔസം, അത് ഔസം ആയിരിക്കും. ദാറ്റ് വുഡ് ബി ഔസം. നെക്സ്റ്റ്, ഹൗ അബൌട്ട് വി വാച്ച് എ മൂവി ടു നൈറ്റ്, ഇന്ന് രാത്രിയിൽ നമുക്കൊരു മൂവി കണ്ടാലോ, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? സജഷൻ ചോദിക്കുകയാണ്. ഹൗ അബൌട്ട് വി വാച്ച് എ മൂവി ടു നൈറ്റ്. ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്, അത് ഗ്രേറ്റ് ആയിരിക്കും. ദാറ്റ് വുഡ് ബി നൈസ്, അത് നൈസ് ആയിരിക്കും. നെക്സ്റ്റ്, ഷാൽ വി ഓർഗനൈസ് എ സർപ്രൈസ് പാർട്ടി ഫോർ ഹെർ ബർത്ത്ഡേ, അവളുടെ ബർത്ത്ഡേക്ക് നമുക്കൊരു സർപ്രൈസ് പാർട്ടി വെച്ചാലോ? സജഷൻ പറയുകയാണ്, അഭിപ്രായം പറയുകയാണ്. ഷാൽ വി ഓർഗനൈസ് എ സർപ്രൈസ് പാർട്ടി ഫോർ ഹെർ ബർത്ത്ഡേ. ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്, അത് ഗ്രേറ്റ് ആയിരിക്കും. ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. ദാറ്റ് വുഡ് ബി നൈസ്, അത് നൈസ് ആയിരിക്കും. ദാറ്റ് വുഡ് ബി നൈസ്. ദാറ്റ് വുഡ് ബി ഔസം, അത് ഔസം ആയിരിക്കും. ദാറ്റ് വുഡ് ബി ഔസം. ദാറ്റ് വുഡ് ബി വണ്ടർഫുൾ, അത് വണ്ടർഫുൾ ആയിരിക്കും. ദാറ്റ് വുഡ് ബി വണ്ടർഫുൾ. നെക്സ്റ്റ്, ഷാൽ വി ടേക്ക് എ വാക്ക് ഇൻ ദ പാർക്ക്, നമുക്ക് പാർക്കിൽ നടക്കുവാനായിട്ട് പോയാലോ? അത് സജഷൻ പറയുകയാണ്, അഭിപ്രായം പറയുകയാണ്. ഷാൽ വി ടേക്ക് എ വാക്ക് ഇൻ ദ പാർക്ക്. ദാറ്റ് വുഡ് ബി റിലാക്സിങ്, അത് റിലാക്സിങ് ആയിരിക്കും. ദാറ്റ് വുഡ് ബി റിലാക്സിങ്. ദാറ്റ് വുഡ് ബി നൈസ്, അത് നൈസ് ആയിരിക്കും. നെക്സ്റ്റ്, ഹൗ അബൌട്ട് ടേക്കിംഗ് എ ഡേ ഓഫ് ആൻഡ് ഗോയിങ് ഹൈക്കിങ്, ഒരു ദിവസം അവധി എടുത്തിട്ട് ഹൈക്കിങ്ങിന് പോയാലോ? സജഷൻ പറയുകയാണ്. ഹൗ അബൌട്ട് ടേക്കിംഗ് എ ഡേ ഓഫ് ആൻഡ് ഗോയിങ് ഹൈക്കിങ്. ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്, അത് ഗ്രേറ്റ് ആയിരിക്കും. ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. നെക്സ്റ്റ്, ഹൗ അബൌട്ട് വി ഫിനിഷ് ദിസ് ടുമോറോ, നാളെ നമുക്കിത് തീർത്താലോ? സജഷനാണ്. ഹൗ അബൌട്ട് വി ഫിനിഷ് ദിസ് ടുമോറോ. ദാറ്റ് വുഡ് ബി ബെറ്റർ, അത് ബെറ്റർ ആയിരിക്കും. ദാറ്റ് വുഡ് ബി ബെറ്റർ. നെക്സ്റ്റ്, വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് കോഫി, താങ്കൾക്ക് ഒരു കപ്പ് കോഫി വേണോ? വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് കോഫി. ദാറ്റ് വുഡ് ബി നൈസ്, അത് നൈസായിരിക്കും. കോഫി തരുന്നത്, കോഫി കുടിക്കുന്നത് നൈസായിരിക്കും. ദാറ്റ് വുഡ് ബി നൈസ്. നെക്സ്റ്റ്, വുഡ് യു ലൈക്ക് ടു ജോയിൻ അസ് ഫോർ എ മൂവി നൈറ്റ്, ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ കൂടെ മൂവിക്ക് ജോയിൻ ചെയ്യുന്നു. ഇൻവിറ്റേഷനാണ്, ഒരു ഫ്രണ്ട്ലി ഇൻവിറ്റേഷനാണ്. വുഡ് യു ലൈക്ക് ടു ജോയിൻ അസ് ഫോർ എ മൂവി നൈറ്റ്. ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്, അത് ഗ്രേറ്റ് ആയിരിക്കും. ദാറ്റ് വുഡ് ബി ഫൺ, അത് ഫൺ ആയിരിക്കും. നെക്സ്റ്റ്, വുഡ് യു ലൈക്ക് സം അസിസ്റ്റൻസ് വിത്ത് ദാറ്റ്, അതിന് ഞാൻ താങ്കളെ സഹായിക്കണോ? ആ കാര്യം ചെയ്യുവാനായിട്ട് ഞാൻ താങ്കളെ സഹായിക്കണോ? വുഡ് യു ലൈക്ക് സം അസിസ്റ്റൻസ് വിത്ത് ദാറ്റ്. ദാറ്റ് വുഡ് ബി നൈസ്, അത് നൈസായിരിക്കും. സഹായിച്ചാൽ അത് നൈസായിരിക്കും. ദാറ്റ് വുഡ് ബി നൈസ്. ദാറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ, അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ദാറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ.
നെക്സ്റ്റ്, ക്യാൻ വി മീറ്റ് അറ്റ് 6 PM? നമുക്ക് 6 മണിക്ക് കാണുവാനായിട്ട് സാധിക്കുമോ? ക്യാൻ വി മീറ്റ് അറ്റ് 6 PM? ദാറ്റ് വുഡ് ബി പെർഫെക്റ്റ്. അത് പെർഫെക്റ്റ് ആയിരിക്കും. ദാറ്റ് വുഡ് ബി പെർഫെക്റ്റ്. ദാറ്റ് വുഡ് ബി പെർഫെക്റ്റ്. സി യു ദെൻ. നമുക്ക് 6 മണിക്ക് കാണാം. സി യു ദെൻ. ദാറ്റ് വുഡ് ബി കൺവീനിയൻറ്റ് ഫോർ മീ. ഐ വിൽ ബി ദെയർ. 6 മണി എനിക്ക് കൺവീനിയൻ്റ് ആയിരിക്കും. ഐ വിൽ ബി ദെയർ. ഞാൻ 6 മണിക്ക് അവിടെ കാണും. ഐ വിൽ ബി ദെയർ. നെക്സ്റ്റ്, ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. അത് ഗ്രേറ്റ് ആയിരിക്കും. 6 PM വർക്ക്സ് ഫോർ മീ. 6 PM എനിക്ക് ഓക്കെ ആണ്. 6 മണി എനിക്ക് ഓക്കെ ആണ്. 6 PM വർക്ക്സ് ഫോർ മീ. നെക്സ്റ്റ്, ദാറ്റ് വുഡ് ബി ഫൈൻ. അത് ഓക്കെ ആണ്. ദാറ്റ് വുഡ് ബി ഫൈൻ. ഐ വിൽ സീ യു അറ്റ് 6 PM. 6 മണിക്ക് കാണാം. ഐ വിൽ സീ യു അറ്റ് 6. നെക്സ്റ്റ്, ഇഫ് വി കുഡ് ഗെറ്റ് മോർ ടൈം ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. നമുക്ക് കൂടുതൽ സമയം ലഭിച്ചാൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. അത് ഗ്രേറ്റ് ആയിരിക്കും. ഇതൊരു കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. ഇവിടെ കുഡ് കൊടുത്തിരിക്കുന്ന ആശയം സാധ്യതയാണ്. പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ സാധ്യതയാണ് ഇവിടെ പറയുന്നത്. ഇഫ് വി കുഡ് ഗെറ്റ് മോർ ടൈം, നമുക്ക് കൂടുതൽ സമയം ലഭിച്ചാൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. അത് ഗ്രേറ്റ് ആയിരിക്കും. നെക്സ്റ്റ്, ഇഫ് യു കുഡ് അറ്റൻഡ് ദ മീറ്റിംഗ് ദാറ്റ് വുഡ് ബി ബെനിഫിഷ്യൽ. നിനക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുവാനായിട്ട് കഴിഞ്ഞാൽ സാധ്യതയാണ് പറയുന്നത്. ഇഫ് യു കുഡ് അറ്റൻഡ് ദ മീറ്റിംഗ് ദാറ്റ് വുഡ് ബി ബെനിഫിഷ്യൽ. അത് ബെനിഫിഷ്യൽ ആയിരിക്കും. നെക്സ്റ്റ്, ഇഫ് വി കുഡ് ഗെറ്റ് എ ഡയറക്റ്റ് ഫ്ലൈറ്റ്. നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ലഭിച്ചാൽ കിട്ടിയാൽ സാധ്യത പറയുകയാണ് ദാറ്റ് വുഡ് ബി കൺവീനിയൻറ്റ്. അത് കൺവീനിയൻറ്റ് ആയിരിക്കും. നെക്സ്റ്റ്, ഇഫ് വി കുഡ് സ്റ്റേ ആൻ എക്സ്ട്രാ ഡേ അറ്റ് ദ റിസോർട്ട്. നമുക്ക് റിസോർട്ടിൽ ഒരു എക്സ്ട്രാ ദിവസം കൂടി താമസിക്കുവാനായിട്ട് സാധിച്ചാൽ സാധ്യത പറയുകയാണ്. പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ സാധ്യതയാണ്. ഇഫ് വി കുഡ് സ്റ്റേ ആൻ എക്സ്ട്രാ ഡേ അറ്റ് ദ റിസോർട്ട് ദാറ്റ് വുഡ് ബി വണ്ടർഫുൾ. അത് വണ്ടർഫുൾ ആയിരിക്കും. നെക്സ്റ്റ്, ഇഫ് യു കുഡ് ഗീവ് എ സ്പീച്ച് അറ്റ് ദ ഈവൻറ്റ്. നിനക്ക് ഈവൻറ്റിൽ ഒരു സ്പീച്ച്, ഒരു പ്രസംഗം നടത്തുവാനായിട്ട് കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി ഇംപ്രസീവ്. അത് ഇംപ്രസീവ് ആയിരിക്കും. ദാറ്റ് വുഡ് ബി ഇംപ്രസീവ്. ഇനി ഫ്യൂച്ചറിൽ നടക്കുവാൻ സാധ്യതയുള്ള മോശം വാർത്തകൾക്ക്, ബാഡ് ന്യൂസുകൾക്ക് മറുപടി പറയുവാനായിട്ടും നമ്മൾ ദാറ്റ് വുഡ് ബി പ്ലസ് അഡ്ജക്റ്റീവ് യൂസ് ചെയ്ത് സംസാരിക്കാറുണ്ട്. കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്, റിക്ക് ആൻഡ് മറിയ ആർ തിങ്കിങ് അബൌട്ട് ഗെറ്റിംഗ് എ ഡൈവേഴ്സ്. റിക്കും മറിയയും ഡൈവേഴ്സിനെ പറ്റി ആലോചിക്കുകയാണ്. ഡൈവേഴ്സ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുകയാണ്. റിക്ക് ആൻഡ് മറിയ ആർ തിങ്കിങ് അബൌട്ട് ഗെറ്റിംഗ് എ ഡൈവേഴ്സ്. ദാറ്റ് വുഡ് ബി ടെറിബിൾ. അത് ടെറിബിൾ ആയിരിക്കും. ദാറ്റ് വുഡ് ബി ടെറിബിൾ. ദാറ്റ് വുഡ് ബി ഓഫുൾ. അത് ഓഫുൾ ആയിരിക്കും. വിഷമമുള്ള കാര്യമായിരിക്കും. ദാറ്റ് വുഡ് ബി ഓഫുൾ. ദാറ്റ് വുഡ് ബി ഹാർഡ് ഫോർ ദ കിഡ്സ്. അത് കുട്ടികൾക്ക് വിഷമമുള്ള ഒരു കാര്യമായിരിക്കും. ദാറ്റ് വുഡ് ബി ഹാർഡ് ഫോർ ദ കിഡ്സ്. നെക്സ്റ്റ്, യമ ഈസ് തിങ്കിങ് അബൌട്ട് മൂവിങ് ടു അനദർ കൺട്രി. യമ വേറൊരു കൺട്രിയിലോട്ട് മാറുന്നതിനെ പറ്റി ആലോചിക്കുകയാണ്. യമ ഈസ് തിങ്കിങ് അബൌട്ട് മൂവിങ് ടു അനദർ കൺട്രി. ദാറ്റ് വുഡ് ബി ഹാർട്ട് ബ്രേക്കിംഗ്. അത് ഹാർട്ട് ബ്രേക്കിംഗ് ആയിരിക്കും. ദാറ്റ് വുഡ് ബി ഹാർട്ട് ബ്രേക്കിംഗ്. നെക്സ്റ്റ്, ദ ആനുവൽ ഫെസ്റ്റിവൽ മൈറ്റ് ഗെറ്റ് ക്യാൻസൽ ദിസ് ഇയർ. ഈ വർഷം ആനുവൽ ഫെസ്റ്റിവൽ ക്യാൻസൽ ചെയ്തേക്കാം, സാധ്യതയാണ്. ദ ആനുവൽ ഫെസ്റ്റിവൽ മൈറ്റ് ഗെറ്റ് ക്യാൻസൽ ദിസ് ഇയർ. ദാറ്റ് വുഡ് ബി ഡിസപ്പോയിൻറ്റിങ്. അത് ഡിസപ്പോയിൻറ്റിങ് ആയിരിക്കും. ദാറ്റ് വുഡ് ബി ഡിസപ്പോയിൻറ്റിങ്. നെക്സ്റ്റ്, അവർ ട്രിപ്പ് ടു യൂറോപ്പ് മൈറ്റ് ഗെറ്റ് ക്യാൻസൽ ഡ്യൂ ടു ട്രാവൽ റെസ്ട്രിക്ഷൻസ്. ട്രാവൽ റെസ്ട്രിക്ഷൻസ് കാരണം നമ്മളുടെ യൂറോ ട്രിപ്പ് ക്യാൻസലായി പോയേക്കാം. അവർ ട്രിപ്പ് ടു യൂറോപ്പ് മൈറ്റ് ഗെറ്റ് ക്യാൻസൽ ഡ്യൂ ടു ട്രാവൽ റെസ്ട്രിക്ഷൻസ്. ദാറ്റ് വുഡ് ബി ഡിസപ്പോയിൻറ്റിങ്. അത് ഡിസപ്പോയിൻറ്റിങ് ആയിരിക്കും. ക്യാൻസൽ ആയാൽ അത് ഡിസപ്പോയിൻറ്റിങ് ആയിരിക്കും.